ഹലോ ഗൈസ്, എല്ലാവർക്കും ഡെഹാറ്റ് KBFC എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നലെ നടന്ന കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഒഡീഷ FC മത്സരം എന്തുവാണ് ഇന്നലെ ആ കൊച്ചു കലിംഗയിൽ നടന്നത്. ആദ്യം ബ്ലാസ്റ്റേഴ്സ് 2 ഗോളുകൾ അടിച്ച് നമ്മളൊന്ന് ഞെട്ടിച്ചു, പിന്നെ 2 ഗോളുകൾ വഴങ്ങിയും ഞെട്ടിച്ചു. ഈ ഒഡീഷ FCക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് എന്നൊക്കെ കളിച്ചിട്ടുണ്ടോ അന്നൊക്കെ ഇതേപോലെ ഒരു ത്രില്ലിംഗ് മാച്ചുകളാണ് കണ്ടിട്ടുള്ളത്. ആദ്യം ഏതെങ്കിലും ടീം 2 ഗോൾ അടിക്കും, പിന്നെ 2 ഗോൾ ഇവർ തിരിച്ചടിക്കും, പിന്നെ 2 ഗോൾ അടിക്കും, പിന്നെ 2 ഗോൾ തിരിച്ചടിക്കും. അങ്ങനെ 2-2, 4-4 ഈ സ്കോർ ലൈനൊക്കെയാണ് ഒഡീഷ FCയും ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള മത്സരങ്ങളൊക്കെ അവസാനിക്കാറ്. പിന്നെയും റെയർ ആയിട്ടുള്ള ചില മത്സരങ്ങളിലാണ് 2-1 ഏതെങ്കിലും ടീം വിജയിച്ചു പോകുന്നത്. എന്തായാലും ഇന്നലത്തെ മത്സരത്തിൽ ഹീറോ ഓഫ് ദി മാച്ച് പുരസ്കാരം നമ്മുടെ റഫറി ആയിട്ടുള്ള ഹാരിഷ് കുണ്ടിക്ക് കൊടുക്കാഞ്ഞത് മോശമായി പോയി എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നോഹ സദോയിനെ കളിയുടെ 86-ാം മിനിറ്റിൽ ഒഡീഷ ബോക്സിൽ ഒഡീഷ താരം പന്തില്ലാതെ ടാക്കിൾ ചെയ്ത് ഫൗൾ ചെയ്ത് വീഴ്ത്തിയിട്ടും ഹരീഷ് കുണ്ടി കണ്ടില്ല. കാരണം ബ്ലൈൻഡ് അല്ലേ. കണ്ണ് കാണാത്ത കുറെ പൊട്ടന്മാരെ പിടിച്ച് റഫറി ആക്കിയിട്ട് എന്ത് കാര്യം ഇരിക്കണം. എല്ലാ വർഷവും റഫറിമാരുടെ ഈ പിഴവുകൾ കാരണം ഉണ്ടാകുന്ന വിവാദത്തിൽ അടുത്ത കൊല്ലം വാർ സിസ്റ്റം വരും, അതിൻ്റെ അടുത്ത കൊല്ലം വാർ സിസ്റ്റം വരും എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ട് ഇപ്പം 5 കൊല്ലമായി. ഇപ്പം ഏതാണ്ട് കോഴിക്ക് മുല വരുമെന്ന് പറഞ്ഞ കേസ് പോലെ ആയത്. സത്യം പറഞ്ഞാൽ നമ്മുടെ കോച്ച് മിക്കായൽ സ്റ്റാറേക്ക് ഒരു പിടിയും കിട്ടിയിട്ടില്ല എന്തുകൊണ്ടാണ് റഫറി അവിടെ ഒരു പെനാൽറ്റി വിളിക്കാഞ്ഞത് എന്ന്. കളിക്ക് ശേഷം കോച്ച് പറഞ്ഞിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം അത് തന്നെയാണ്. അത് കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് ക്ലിയർ ഷുവർ പെനാൽറ്റി ആണെന്ന്. അത് എന്തുകൊണ്ടാണ് വിളിക്കാഞ്ഞത് എന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല എന്ന് തന്നെയാണ് കോച്ച് പറഞ്ഞത്. കോച്ച് ശരിക്കും അന്താളിച്ചു പോയി തോന്നുന്നു. കാരണം ആദ്യമായിട്ടായിരിക്കും പുള്ളി ഇത്രയും പൂർ റഫറിങ് കാണുന്നത്. എന്തായാലും സാരല്ല, പതിയെ ശീലം ആയിക്കോളും. കാരണം വർഷങ്ങളായിട്ട് ഇത് തന്നെയല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇന്നലത്തെ മത്സരത്തെ പറ്റി കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ 2 ടീമുകളും ഏകദേശം ഒരേപോലെ ആയിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. 2 ടീമുകളും ഒരേപോലെ തന്നെയായിരുന്നു ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. സെക്കൻഡ് ഹാഫിൽ എങ്ങോട്ട് വേണമെങ്കിലും കളി മറിയാമെന്നൊരു സിറ്റുവേഷനിലായിരുന്നു. കാരണം 2 ടീമുകളും ഏതാണ്ട് തുല്യ ശക്തികൾ പോരാടുന്നത് പോലെ തന്നെയായിരുന്നു പോരാടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആരിന് ഗോളടിക്കുന്നോ അവർ കളി ജയിക്കുമെന്ന് നമുക്ക് കളി കാണുന്ന എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു. ഇവിടെ തുല്യ ശക്തികളുടെ പോരാട്ടം എന്ന് കളി കാണുന്നവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തന്നെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് സൈഡ് ആണെന്ന് ഞാൻ പറയും. കാരണം ISL കാണുന്ന എല്ലാവർക്കും അറിയാം, വർഷങ്ങളായിട്ട് ഒരേ സിസ്റ്റമായിട്ട് പൊക്കോണ്ടിരിക്കുന്ന ഒന്നാണ് ലൊബേറയും ലൊബേറയുടെ ടീമുകളും ടീമുകളുടെ പേരുകളും മാറുന്നുണ്ടെങ്കിലും ലൊബേറയും ലൊബേറയുടെ പഴയ പിള്ളേരും മാറുന്നില്ല. സെയിം സിസ്റ്റം. അങ്ങനെ ഒരു സിസ്റ്റത്തിനെതിരെ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായ മിക്കായൽ സ്റ്റാറയുടെ പുതിയ പിള്ളേരും ഒരു തുല്യത പുലർത്തിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വെരി വെരി ഗുഡ് സൈൻ എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇനി ഇന്നലത്തെ മത്സരത്തിലെ ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേയേഴ്സിന്റെ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ഗോൾ കീപ്പർ സച്ചിന്റെ പെർഫോമൻസിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇഞ്ചുറി കഴിഞ്ഞ് വന്നതുകൊണ്ടാണോ എന്നറിയില്ല, സച്ചിന്റെ കൈകളിൽ ഇപ്പോൾ ആ പന്തുകൾ നിൽക്കുന്നില്ല. അതേപോലെ സച്ചിന്റെ ആ ഒരു കോൺഫിഡൻസ് ലെവലും ഇപ്പോൾ കുറഞ്ഞതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിന് നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഡീസന്റ് പെർഫോമൻസ് തന്നെയാണ് മിലോസ് ട്രിങ്കിച്ചും പ്രീതം കോട്ടാലും അടക്കമുള്ള ഡിഫൻസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യ മത്സരം മുതൽ ഇന്നലത്തെ മത്സരം വരെ എടുത്തു നോക്കിയാൽ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും, സച്ചിൻ സുരേഷിന്റെ സില്ലി റേസ് മൂലമാണ് നമുക്ക് പല പോയിന്റുകളും നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഞാനിവിടെ ഒരിക്കലും സച്ചിനെ കുറ്റം പറയില്ല. ചിലപ്പോൾ ഇഞ്ചുറി കഴിഞ്ഞ് വന്നതിൻ്റെതായ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ടാവും, അതിൻ്റെതായ കോൺഫിഡൻസ് കുറവായിരിക്കാം. സോ ടു ബി പ്രൊഫഷണൽ സോംകുമാറിനെ പോലെ ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള ഗോൾ കീപ്പേഴ്സ് നമ്മുടെ നിരയിലുള്ളപ്പോൾ ഒന്ന് മാറ്റി പരീക്ഷിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യുക. ഇനി ഡിഫൻസിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രീതം കോട്ടാലാണെങ്കിലും മിലോസ് ട്രിങ്കിച്ച് ആണെങ്കിലും വളരെ ഡീസന്റ് പെർഫോമൻസ് തന്നെയാണ് ആ ഒരു ബാക്ക് ലൈനിൽ നടത്തുന്നത്. മിലോസിന്റെയും പ്രീതത്തിന്റെ ഗൈഡൻസിലാണ് വിംഗ് ബാക്കുകളായിട്ടുള്ള നവോച്ച സിംഗും സന്ദീപ് സിംഗും കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരും നല്ല പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇന്നലത്തെ മത്സരത്തിലെ മറ്റൊരു പോസിറ്റീവ് ആയിട്ടൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ രാഹുൽ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയിട്ട് നല്ല രീതിയിൽ കളിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം, നിലവിൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ നിരയിൽ ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന താരങ്ങളിൽ ഒരാളാണ് രാഹുൽ KP. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പ്രൂവ് ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയാണ്. എൻ്റെ ഒരു പേഴ്സണൽ ഫീൽ എന്താണെന്ന് വെച്ചാൽ, ഒരു ഗോളിലേക്ക് രാഹുൽ എത്തിക്കഴിഞ്ഞാൽ രാഹുലിന്റെ ആ ഒരു പഴയ ഫോമും കോൺഫിഡൻസ് ലെവലും തിരിച്ചു പിടിക്കാൻ രാഹുലിന് സാധിക്കുമെന്ന് തന്നെയാണ്. സ്ട്രൈക്കർമാരായിട്ടുള്ള ഹീസസ് ജെമിനിസും നോഹ സദോയിനെ പറ്റിയും പറയുകയാണെങ്കിൽ ഇവർ തമ്മിലുള്ളൊരു ബോണ്ടിങ് ഇപ്പോൾ വന്നിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ പലരും ഹീസസ് ജെമിനസ് ഒന്നും പോരാ, ഡിമീഡ് അത്രയില്ല, പോരാ എന്നൊക്കെ പറഞ്ഞ് പലരും കമന്റ് ഇടുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചു. ബ്രോ, നിങ്ങൾ എല്ലാവരും ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എല്ലാ പ്ലേയേഴ്സും ഒരുപോലെ ആയിരിക്കില്ല. ഓരോ പ്ലേയേഴ്സിനും ഓരോ ക്വാളിറ്റി ആയിരിക്കും. എന്നെ സംബന്ധിച്ച് ഹീസസ് ജെമിനസ് ഒക്കെ അദ്ദേഹത്തിന്റെ മാക്സിമം അദ്ദേഹം പുറത്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഈ ISL തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് പുള്ളിക്കാരൻ ഇന്ത്യയിലോട്ട് വന്നത്. നമുക്കറിയാം, കഴിഞ്ഞതിന് മുമ്പത്തെ സീസണിൽ ISL തുടങ്ങുന്നതിൻ്റെ 2 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ദിമിത്രോസ് ഡയമൻഡാക്കോസ് നമ്മുടെ ടീമിൽ ജോയിൻ ചെയ്തു. എന്നിട്ടും ISL തുടങ്ങിയ ഒരു 5-6 മത്സരങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന് ഗോൾ കണ്ടെത്താൻ സാധിച്ചത്. ബട്ട് ഹീസസിന്റെ കാര്യം നിങ്ങളിവിടെ കംപ്ലീറ്റ്ലി ഡിഫറൻറ്റ് ആണെന്നൊന്ന് ആലോചിക്കണം. പെട്ടെന്ന് തന്നെ അദ്ദേഹം ഇന്ത്യയിലോട്ട് വന്ന് ഇന്ത്യൻ കണ്ടീഷനുകളോട് അഡാപ്റ്റ് ആയി ആദ്യ മത്സരത്തിൽ തന്നെ ഗോൾ സ്കോർ ചെയ്തു. എങ്കിലും ഇപ്പോഴും അദ്ദേഹം 90 മിനിറ്റ് കളിക്കാനുള്ള ആ ഒരു അഡാപ്ഷനിലേക്ക് എത്തിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ബട്ട് അത് മാച്ച് ബൈ മാച്ച് ശരിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇനി വരും മത്സരങ്ങളിൽ ക്യാപ്റ്റൻ അഡ്രിയാൻ
ലൂണ മിഡ്ഫീൽഡ് കൺട്രോൾ ചെയ്യാൻ വരുന്നതോടെ നോഹേം ഈസസും കുറച്ചും കൂടി ഫ്രീ ആകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ നിരയിൽ ഇപ്പോൾ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പേരാണ് വിപിൻ മോഹനൻ എന്ന മലയാളി താരത്തിന്റെ പേര്. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ പ്രശ്നം നേരിടുന്നത് മിഡ്ഫീൽഡ് തന്നെയാണ്. ലൂണ ഇല്ലാത്തതുകൊണ്ട് ആ ഒരു പൊസിഷൻ ശരിക്കും ഇപ്പോൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നത് വിപിനാണെന്ന് പറയാതിരിക്കാൻ വയ്യ. വേൾഡ് ക്ലാസ് ത്രൂ ബോളുകളാണ് വിപിൻ മോഹൻ എന്ന മലയാളി താരം ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രൈക്കർമാർക്ക് വെച്ചു കൊടുക്കുന്നത്. എന്തായാലും വരും മത്സരങ്ങളിൽ ലൂണയും വിപിനും കൂടി ഒരുമിച്ച് കളിക്കുമ്പോൾ മിഡ്ഫീൽഡ് സെറ്റ് ആകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഞാൻ എന്തുകൊണ്ടാണ് കൊയഫിൻ്റെയും ഡാനിഷിൻ്റെയും കാര്യം പറയാഞ്ഞത് എന്ന്. ഡാനിഷിൻ്റെ കാര്യം ഞാൻ ഇനി എന്തായാലും ഒന്നും പറയാൻ പോകുന്നില്ല. കാരണം ഡാനിഷ് ഫാൻസ് തന്നെ ചിലപ്പോൾ പൊങ്കാലിടാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ചാനലിൽ തന്നെ ഈ ഒരു വീഡിയോക്ക് മുമ്പുള്ള വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഡാനിഷിനെ പറ്റി അതിനകത്ത് പറയുന്നുണ്ട്. അതിൻ്റെ കമൻറ്റ് ബോക്സ് മൊത്തം ഡാനിഷ് ഫാൻസ് എന്നെ മൊത്തം പൊങ്കാലയിടലായിരുന്നു. സോ എന്തായാലും ഞാൻ ഡാനിഷ് ഫാറൂഖിനെ പറ്റി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നിങ്ങൾ ഇന്നലെ കളി കണ്ടല്ലേ, നിങ്ങളുടെ ഒരു പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല കളി കണ്ടിട്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യും ഡാനിഷിൻ്റെ കളിയെ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യാൻ നിങ്ങളായിട്ട് കമൻറ്റിൽ ഇൻട്രാക്ട് ചെയ്യുകയും ചെയ്യാം. അതായിരിക്കും കൂടുതലും നല്ലത്. പിന്നെ കൊയഫിൻ്റെ കാര്യം എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. കാരണം വരും മാച്ചുകളിൽ ചിലപ്പോൾ എൻ്റെ കാൽക്കുലേഷൻ തെറ്റാം. ഇതുവരെയുള്ള മാച്ചിൽ എൻ്റെ കൊയഫിനെ പറ്റിയുള്ള ഒരു അഭിപ്രായം ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളത് തന്നെയാണ്. സോ ഇനി എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം ഈ മാസം 20-ാം തീയതിയേ ഉള്ളൂ. കാരണം ഇന്റർനാഷണൽ ബ്രേക്കാണ്. തുടർച്ചയായ 3 കടുപ്പമേറിയ എവേ മാച്ചുകളിനിടയിൽ ഈ ഒരു ബ്രേക്ക് ശരിക്കും ബ്ലാസ്റ്റേഴ്സ് ടീമിന് ശരിക്കും ഒരു റിലാക്സേഷൻ തന്നെയായിരിക്കും. ഇനി എന്തായാലും ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കുറച്ചുകൂടി പ്ലാൻ ചെയ്ത് ബെറ്റർ ആയിട്ട് ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചു വരാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് ഒരു റിക്വസ്റ്റ് ഉണ്ട്. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ലിങ്ക് നമ്മൾ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും മാക്സിമം ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ISL മാച്ച് ഡേ ലിങ്ക്സ് കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് മാക്സിമം എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു വീഡിയോ എന്തായാലും ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ നമ്മൾ വീഡിയോ കണ്ടുവരിക്കും. ബൈ, സ്റ്റേ ട്യൂൺ.